ഓം നമോ ഭഗവത്തെ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 4, 5, 6 ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താന്ന് ആദ്യം നമുക്ക് നോക്കാം. ഇതിൽ ദുര്യോധന രാജാവ് ദ്രോണാചാര്യരോട് പറയാണ് പാണ്ഡവ സൈന്യത്തെ നോക്കിയിട്ട്, നോക്കൂ ഈ പാണ്ഡവ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാലും വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യരുമായ ശൂരന്മാരുമുണ്ട്. പിന്നെ അവർ ആരൊക്കെയാന്നൊക്കെ പറയാണ്. യുയുധാനൻ, വിരാട രാജാവ്, മഹാരഥനായ ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകിതാനൻ, വീര്യവാനായ കാശി രാജാവ് പുരുജിത്ത്, കുന്തിഭോജൻ, മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ, വിക്രമിയായ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, അഭിമന്യു, പാഞ്ചാലിയുടെ പുത്രന്മാർ എന്നിവരെല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൗരവരെ പറ്റിയിട്ട് പറയുകയാണ്. ഇനി ഹേ ബ്രഹ്മശ്രേഷ്ഠനായ ആചാര്യ, എന്റെ സൈന്യത്തിൽ ഏതെല്ലാം നായകന്മാർ വിശിഷ്ടന്മാരായിട്ടുണ്ടോ അവരെ കുറിച്ച് അങ്ങയുടെ അറിവിന് വേണ്ടി ഞാൻ പറയാം. എന്നിട്ട് അവിടെയുള്ള സൈന്യത്തിൽ ആരൊക്കെയുണ്ടെന്ന് പറയാണ്. ഭവാനും ഭീഷ്മരും കർണനും ജയശാലിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും സോമദത്ത പുത്രനും ജയദ്രഥനും ഉണ്ട്. കൂടാതെ എനിക്ക് വേണ്ടി ജീവൻ കളയാൻ ഒരുക്കമുള്ള പല ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ള വേറെയും വീരശൂര പരാക്രമങ്ങളും ഉണ്ട്. ഇതാണ് 9 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന ഒരു കാര്യം. ഇനി 10, 11 ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ പറയാണ് പാണ്ഡവന്മാര് നമ്മളുടെ അത്രയും പോരാ എന്നുള്ള രീതിയിൽ പറയാണ്. അത് കഴിഞ്ഞിട്ട് 11-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്വന്തം സൈന്യത്തിന്റെ സാമർഥ്യത്തിലുള്ള ആശങ്കയും ഭീഷ്മരിലാണ്, തങ്ങളുടെ സകല വിജയ പ്രതീക്ഷയും എന്ന വിശ്വാസവും ദുര്യോധനന്റെ ഈ കൽപ്പനയിൽ സുചിതമായിരിക്കുന്നു. അതാണ് ബേസിക്കലി 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭീഷ്മരെ എല്ലാ സൈഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തുള്ള എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരും നിശ്ചിത സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് ഭീഷ്മരെ തന്നെ എല്ലാ വ്യൂഹമാർഗങ്ങളിലും കാത്തുകൊള്ളണം. അങ്ങനെ 11, 12 ശ്ലോകങ്ങളിൽ 10, 11 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞു. ഇനി 12 തൊട്ടിട്ടുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സൈന്യത്തിൽ നിന്നും ശംഖുകൾ മുഴക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ദുര്യോധനന് സന്തോഷം, അപ്പൊ ദുര്യോധനൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ദ്രോണാചാര്യരോട്. അപ്പൊ ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുവാനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാനായി പ്രതാപശാലിയും കുരുവൃദ്ധനുമായ ഭീഷ്മ പിതാമഹൻ ഉച്ചത്തിൽ സിംഹനാദം പുറപ്പെടുവിച്ച് ശംഖനാദം മുഴക്കി.